ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത ഷോർട്സിൽ ഞാൻ ഗീവ് അവേൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. അപ്പം അത് എക്സ്പെക്ട് ചെയ്തായിരിക്കും ഈ വീഡിയോ കുറേ പേര് ഇന്ന് കാണാൻ വന്നിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ തന്നെ പറയാം. ഈ ഒരു ജേണൽ ബുക്ക് നിങ്ങൾ പല വീഡിയോസിലായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടുന്നാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് റാൻഡമായിട്ട് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. പക്ഷെ എനിക്കിത് നല്ല ഇഷ്ടമായിരുന്നു. ഇത് ഓപ്പൺ ചെയ്തിട്ട് പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്യാൻ. ഞാൻ അന്ന് മുതലേ കുറേ സൈറ്റിൽ തപ്പി നടന്നതാണ് ഈ ഒരു ചെറിയ സ്റ്റിക്കർ ബുക്ക്. നിങ്ങൾ കുറേ ASMR വീഡിയോസിൽ ഇങ്ങനത്തെ ചെറിയ ജേണൽ ബുക്കുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ എൻ്റെ കയ്യിൽ ഇതെത്തി. ഇതിപ്പോൾ ഞാൻ സ്റ്റോക്കിൽ ഇട്ടിട്ടുണ്ട്. വേണ്ടുള്ളവർ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതിൽ ഒരെണ്ണം എനിക്ക് വേണ്ടിയിട്ട് എടുക്കുവാണ്. എനിക്ക് അന്നേ ഇത് ഇഷ്ടമായിരുന്നു. ഇതാകുമ്പോൾ ചെറിയ ബുക്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് അല്ലേ ഫസ്റ്റ് കാണും. അത് വെച്ചിട്ട് നല്ല ക്രിയേറ്റീവായിട്ട് ഇത് ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു ബുക്ക് കിട്ടിയതിൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് പേജ് ഒന്ന് ക്രിയേറ്റീവായിട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ജേർണൽ സീരീസായിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വീഡിയോ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടായിരുന്നു. അതിനകത്ത് എനിക്ക് കുറച്ച് കമൻറ്റായി എസ് എന്ന് പറഞ്ഞു വന്നിട്ട്. അപ്പം അതിലൊരാൾക്ക് തന്നെ ഈ ഗീവ് അവേൻ്റെ ആ ഒരു ഗിഫ്റ്റ് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അത്രയും ഞാനും എൻ്റെ ഫസ്റ്റ് സ്റ്റേജിലും എന്തെങ്കിലും സ്റ്റിക്കറും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാം നമ്മൾ ഹോം മെയ്ഡായിട്ടും നമ്മൾ പേപ്പറിനെ കൊണ്ടൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ഇത് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ റൂൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഉള്ളവരാണെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. റൂൾ ചോദിച്ചപ്പോൾ ഞാൻ അതാ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കമൻറ്റ് അത്രമാത്രം മതി. പിന്നെ നോർമലി ഗീവ് അവേ കൊടുക്കുന്നവർ 1K സബ്സ്ക്രൈബേഴ്സും മോണിറ്റൈസേഷനൊക്കെ ആയവരാ. എനിക്കിതൊന്നും ആയിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പം എൻ്റെ ഒരു ആഗ്രഹത്തിനും പേരിൽ കൊടുക്കുന്നതാ. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഞാനൊരു ബിസിനസ് തുടങ്ങിയായിരുന്നു, ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ്. അതിൻ്റെ നെയിമാണിത് ജേർണൽ സപ്ലൈസ്, സ്റ്റിക്കേഴ്സ്, പെറ്റീപ്പ്, പിന്നെ ആക്സസറീസ്, അങ്ങനെ കുറേ ഐറ്റംസാണ് ഞാൻ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ വീഡിയോയിൽ കാണുന്ന എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. പതിയെ ഞാൻ നമ്പർ തരാം. അപ്പോൾ പിന്നെ വാട്സപ്പിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. ഞാനിന്ന് കവായി സ്റ്റിക്കേഴ്സിനെ കൊണ്ട് ഫസ്റ്റ് പേജ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരുടെ കയ്യിലും എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റിക്കർ ആയിരിക്കും ഉള്ളത്. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുമ്പോൾ എല്ലാം ചെറിയൊരു ബ്രേക്ക് വരും. ഞാൻ ഇടയ്ക്ക് പ്രോപ്പറായിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോഴും എന്താ ബ്രേക്ക് വന്നതെന്ന് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഫസ്റ്റ് പേജ് കുറച്ച് സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. കുറേ ഫ്ലോറൽ തീം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു കവായി സ്റ്റിക്കേഴ്സിൽ നിന്ന് കിട്ടിയ കുറച്ച് ക്യൂട്ടായിട്ടുള്ള റോസും അങ്ങനെയൊക്കെ വെച്ചിട്ട് ആ പേജ് ഫില്ല് ചെയ്യുവാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലും കുറേ കുട്ടിമക്കളാണെന്നറിയാം, സ്കൂളിൽ പഠിക്കുന്നത്. അവർക്കൊക്കെ ഇപ്പോൾ എക്സാമിൻ്റെ ടൈമല്ലേ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ക്ലാസ്സും കാര്യം, പഠിക്കുന്നുണ്ടോ പ്രോപ്പറായിട്ട്? എനിക്കുണ്ട് ഇതേ കണക്കൊരു അനിയത്തി. അവൾ ചെയ്ത ഒരു പേജാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്, ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ എക്സാമിൻ്റെ ഇടയിലാണ് ഇത് വന്ന് സ്ക്രോൾ ചെയ്യുമ്പം ഈ വീഡിയോസൊക്കെ കാണുന്നതും കമൻറ്റ് ചെയ്യുന്നതൊക്കെ എനിക്കറിയാം. ഈ ഒരു സ്റ്റിക്കറൊക്കെ ഞാൻ പ്രോഡക്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് കുറേ വേർഡ്സ് ഇതിൽ നിന്ന് കിട്ടും കോഡ്സായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റിക്കേഴ്സിൻ്റെയും ഞാൻ പറഞ്ഞ ഈ പ്രോഡക്റ്റിൻ്റെയൊക്കെ റേറ്റ് ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർ ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഞാൻ റേറ്റൊക്കെ വെച്ചിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോയിൽ എൻ്റെ ടേബിൾ സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. അതിൻ്റെ റീസൺ ഇത് തന്നെയാണ്. ഞാൻ ഇടയ്ക്ക് വീഡിയോ ഒന്ന് ബ്രേക്ക് എടുത്തതും ഇതാണ്. ബേബി ഇപ്പം 3 month ഓൾഡ്. കണ്ടിന്യൂസ് വീഡിയോ ചെയ്യുമ്പോൾ എല്ലാം എനിക്ക് വിളി വരും. ഞാനപ്പം അത് അവിടെ വെച്ചിട്ട് പോവും. എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവറൊക്കെ കൊടുക്കാനും കുറച്ച് ലേറ്റ് ആവുന്നത് അതുകൊണ്ടാണ്. നമുക്കിപ്പം ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ഈ പേജ് കുറേ ഒന്നും യൂസ് ചെയ്യുന്നില്ല. സ്റ്റിക്കേഴ്സ് ഇതൊക്കെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പം ഇതെങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക് എന്ന് എനിക്ക് കമൻറ്റിലൊന്ന് പറഞ്ഞു തരണേ. ഞാൻ ലാസ്റ്റ് കാണിക്കാം എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ ഈ ഒരു ന്യൂ ഇയറിൻ്റെ വരെ സെയിലിൻ്റെ സമയത്ത് നമ്മൾ ഫ്രീ ബീസായിട്ട് കുറേ സ്റ്റിക്കേഴ്സ് ഓർഡേഴ്സിൻ്റെ കൂടെ
എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങളിതൊന്നും മിസ്സാക്കണ്ട. ഞാനിത് കംപ്ലീറ്റ് ചെയ്തു കുറച്ച് സ്റ്റിക്കേഴ്സിനെ കൊണ്ട്. ഇതെങ്ങനെ ഉണ്ടെന്ന് എന്തായാലും നിങ്ങൾ എനിക്ക് കമൻറ്റിൽ റിപ്ലൈ തരണേ. ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തതാണ്. ഇതാണ് ഫസ്റ്റിൽ പറഞ്ഞത്. ഈ ഒരു ബുക്ക് കൊണ്ട് നമുക്ക് കയ്യിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സിനെ കൊണ്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റിയിൽ ഇതിനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാം. യൂസ് ചെയ്യുന്ന ബുക്കിൻ്റെ വലിപ്പം കൂടുമ്പോഴും നമ്മൾ അത്രയും സ്റ്റിക്കർ യൂസ് ചെയ്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യണ്ടേ. പിന്നെ ഇതൊക്കെ എൻ്റെ പ്രോഡക്ട്സിൽ ഉള്ളതാണ്. ഇതൊക്കെ നമ്മൾ സ്റ്റിക്കേഴ്സിനെ കൊണ്ട് ജേർണലിങ് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാനും കൂടുതൽ സ്റ്റിക്കേഴ്സിനെ കൊണ്ടാണ് ചെയ്യുന്നത്. ട്വീസറും ഇത് ഗ്ലൂ ടേപ്പാണ്. ഇതൊക്കെ ഒരു കോംബോ ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പം ഫസ്റ്റായിട്ട് തുടങ്ങുന്നവർക്കും അല്ലെങ്കിൽ സ്റ്റിക്കർ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു കോംബോ യൂസ്ഫുൾ ആയിരിക്കും. ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതേ കണക്ക് നിങ്ങൾ അടുത്തുള്ളൊരു പ്രിൻറ്റിങ് ഷോപ്പിൽ പോയിട്ട് സ്റ്റിക്കർ പ്രിൻ്റ് എടുത്താൽ മതി. ഇത് ഞാൻ അങ്ങനെ എടുത്തതാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഉള്ളൊരു ഷോപ്പിൽ നിന്ന് പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതാണല്ലോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്, ഗീവ് അവേൻ്റെ പ്രോഡക്റ്റ് ഗിഫ്റ്റ് എന്താന്ന്. ഞാനിതൊട്ടും പ്ലാൻ ചെയ്യാതെ അനൗൺസ് ചെയ്തൊരു വീഡിയോ ആയാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് ഗിഫ്റ്റ് എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തില്ലായിരുന്നു. ശരിക്കും ഞാൻ ആ വീഡിയോയിൽ ഇതാണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ വീഡിയോയുടെ താഴെ കമൻസിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് ഇതാണ് ഗിഫ്റ്റ് എന്നാ. അപ്പം ഞാൻ കരുതി ഓക്കെ ഇത് തന്നെ എനിക്ക് ഗിഫ്റ്റായിട്ട് ചെയ്യാമെന്ന്. ഒരെണ്ണം ഏതെങ്കിലും ഒരു കളറായിരിക്കും കിട്ടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ കണ്ടിന്യൂസ് നമുക്ക് പോകുമ്പോൾ ഇനി പോകുമ്പോൾ നമുക്ക് അതൊന്ന് 2 പേരിലേക്കൊക്കെ മാറ്റാം. എൻ്റെ ഈ ഒരു ചാനലിൽ എന്ത് ടൈപ്പ് വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം എന്ന് പറയണേ. ഷോർട്സിൽ കാണുന്ന വ്യൂസും ലോങ് വീഡിയോയിൽ കാണുന്ന വ്യൂസും വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ രണ്ടിലും ഡിഫറെൻറ്റ് വീഡിയോസ് ആയിരിക്കും മിക്കപ്പോഴും ഇതുവരെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ എന്താണെന്ന് കമൻറ്റിൽ പറഞ്ഞാൽ അതേ കണക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടവർക്ക് ഒരുപാട് താങ്ക്സ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിൽ നിന്ന് ഞാൻ ഒരാളെ സെലക്ട് ചെയ്യാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം.